ഹായ്. അപ്പോൾ ഇന്ന് മെയ് 7 ഇവിടുത്തെ കുട്ടി കർഷകരുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ മൂത്ത പുത്രിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊന്ന് 10 വയസ്സായി. 10 വയസ്സായെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എത്ര പെട്ടെന്നൊക്കെയാണ് പോയതില്ലേ. അപ്പോൾ അവളും അവളുടെ ചങ്ക് ധനക്കുട്ടി, അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ദിവസം ഉള്ളതാണ്. അവരിപ്പോഴും ഫ്രണ്ട്സായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ നിന്ന് ഇപ്പോഴും പഠനം തുറന്നുകൊണ്ടേയിരിക്കുന്ന ചങ്കുകളാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരെയും ബർത്ത്ഡേ ആണ്. ചെറിയൊരാഘോഷം, കുറച്ച് ലഡു വാങ്ങിച്ചു, പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്, പിന്നെ അവൾക്ക് ഞാനൊരു കേക്ക് വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിട്ട് ചെറിയൊരാഘോഷം. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ കടയിൽ പോയി കുറച്ച് തോരണവും തൊപ്പിയൊക്കെ വാങ്ങിച്ചു. തൊപ്പി ആ കടയിൽ അണ്ണൻ ഫ്രീ ആയിട്ട് കൊടുത്തതാട്ടോ. ഇതെല്ലാം അപ്പുറത്തെ മോള് അവളുടേതായ രീതിയിൽ അലങ്കരിച്ചു. കുളമായി കിടന്ന മതിൽ അവൾ ഒരുവിധം നല്ല ഭംഗിയിലാക്കി എടുത്തു അല്ലേ. വൈകിട്ട് ഇങ്ങനെ അവൾ കെട്ടി ഒരുങ്ങി നിൽക്കുകയാണ് കേക്ക് മുറിക്കാനെ കൊണ്ട്. അവൾ മാത്രമല്ല, കൂടെ 3 കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർ 4 പേര് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഇവർ 4 പേര് ഒരുമിച്ചാണ്. ഇപ്പം നിങ്ങൾ കേക്ക് മുറിക്കുമ്പം കണ്ടോണം. ഇവർ 4 പേരെ ബർത്ത്ഡേ, ആരെ ബർത്ത്ഡേ ആണെങ്കിലും ഒരു കത്തിയെ കാണത്തുള്ളൂ, ഒരു കേക്ക് കാണും, ഒരു കത്തിയാണ്. ഇപ്പം നോക്കണേ, ആ കത്തി അങ്ങോട്ട് കേക്കിലോട്ട് ഊതുന്നതും 4 പേര് ഒരുമിച്ച്. കത്തി പിടിക്കുമ്പം ആ 4 കൈയും ആ കത്തിയിൽ പിടിക്കും. കണ്ടോ? അപ്പോൾ ഇവരെന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ. അത് നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഒരു ജീവിതകാലം മൊത്തം ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് തന്നെ കേട്ടോ എൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ അടികൂടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ 4 ഒരു സെറ്റാണ്. കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുകയാണ്, സ്നേഹം വാരി വിതറുകയാണ്. പിള്ളേരില്ലെങ്കിൽ ഓളമില്ല, പിള്ളേരുണ്ടെങ്കിലല്ലേ ഉള്ളൊരാഘോഷമൊക്കെ. കണ്ട, ഇവനേ ഉള്ളു അനിയൻകുട്ടൻ, അവനെ ഉള്ളൊരു ആന്തരിയായിട്ട്, ബാക്കിയെല്ലാം പെൺപിള്ളേരാണ്. പിന്നെ എൻ്റെ അമ്മയും അനിയത്തിയും അവരൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ ആഘോഷമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അവരെ വിളിച്ചാൽ പിന്നെ അവരവിടെ നിന്ന് വന്ന് ബുദ്ധിമുട്ടല്ലേ. പിന്നെ അവരെ കാണാൻ ഇനി അങ്ങോട്ട് പോകണം. ഞായറാഴ്ച ഉള്ള സമയം. പിന്നെ ഇത് കേക്ക് മുറിക്കുന്ന അനിയത്തി, അവൾ അച്ചു എന്നാണ് അവളെ പേര്. അവളാണ് കേക്ക് മുറിച്ച് എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്യുന്നത്. ബാക്കി നിൽക്കുന്ന അമ്മ. അപ്പം ചിത്രയൊക്കെ ഉള്ളു ആഘോഷവും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിലെ ഉമ്മായും അവിടുത്തെ പിള്ളേരും എല്ലാവരും കൂടെ ചെറിയൊരു ആഘോഷമുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നുണ്ട്. ടാറ്റ.